ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിഡ്നാപ്പിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ക്യൂവിൻ്റെ അടുത്തേക്ക് മിന്നു നടന്നു പോകുന്നത് വരെയാണ്. അപ്പോൾ ക്യൂ ആണെങ്കിൽ ഇവൻ വരുന്നത് കണ്ടിട്ട് പുറകിലോട്ട് പോകുന്നു. അങ്ങനെ മിന്നു അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നത്? നിൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ കയർ അഴിച്ചു കളയാനായിട്ടാണ് ഞാൻ വന്നതെന്ന്. അവനാണെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് പിറകിലോട്ട് പോയത്. കെട്ട് അഴിച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ പറയണേ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ ശരിയെന്ന്. അതിനുശേഷം കെട്ട് അഴിച്ചു കഴിഞ്ഞ് ഉടനെ മിന്നിനെ തള്ളിയിട്ടിട്ട് ക്യൂ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. മിന്നു അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. മിന്നാണെങ്കിൽ പറ്റുന്ന വിധത്തിലൊക്കെ അവൻ്റെ പിന്നാലെ ഓടിയിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്ന് റൂമിലേക്ക് ഇടുന്നു. അവനാണെങ്കിൽ അവിടെ കിടന്ന് പറയുന്നുണ്ട്, ഡാ എന്നെ പോകാൻ വിടെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന് അവിടെ നിന്ന് സെലോ ടേപ്പ് എടുത്ത് അവൻ്റെ വായിലും അതുപോലെ കാലിലൊക്കെ ചുറ്റി കൊടുക്കുന്നു. അതിനുശേഷം അവൻ പുറത്തേക്ക് പോയിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ടൊരു കത്തി കാണിച്ച് അവനെ പേടിപ്പിച്ചിട്ട് പറയാണ്, നീ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ജീവനോടെ ഇരിക്കാം, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ഷർട്ടിലെ പാതി ഭാഗത്ത് കീറുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് ഒഴിക്കുന്നു. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്നത് ക്യൂ മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടിയാണ്. അതിനുശേഷം ക്യൂവിനെ അവനാണെങ്കിൽ അവൻ്റെ റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവൻ പറയണേ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാമെന്ന്. അതിനുശേഷം അവനാണെങ്കിൽ അലമാരയിൽ നിന്ന് ഒരു ക്ലോത്ത് എടുത്തിട്ട് അവന് കുളിക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് കുളിക്കാൻ പോകുന്നത്? എൻ്റെ കയ്യിൽ നീ ഇപ്പം ഈ തുണി വെച്ച് കെട്ടിയൊക്കെയല്ലേ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ തുണി അഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഈ തുണി അഴിച്ചു തന്നെന്നും പറഞ്ഞ് നീ അങ്ങ് ഇറങ്ങി ഓടിക്കളയാന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ നിന്നെ ഇവിടെ ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ദേഷ്യത്തിൽ കുളിക്കാനായിട്ട് പോകുന്നു. ഈ സമയത്ത് മിന്നാണെങ്കിൽ ജെയിംസിന് ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൻ ആ ഫോട്ടോ അയച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്ത് പറയാണ്, ക്യൂ അവിടെ ഒരു ഹോളുണ്ട്, അതിലേക്കൂടെ പോകാനൊന്നും നോക്കരുത്, കാരണം അത് കൊച്ചു ഹോളാണ്, നിന്നെക്കൊണ്ട് അതിലേക്കൂടെ പോകാനൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അതിലേ പോകാനൊന്നും നോക്കുന്നില്ലെന്ന്. യഥാർത്ഥത്തിൽ അവനാണെങ്കിൽ അത് തുറന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു. അതിനുശേഷം അവൻ കുളിച്ചിട്ടാണെങ്കിൽ പുറത്ത് വന്നിട്ട് പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ടീഷർട്ട് എടുക്കുന്നുണ്ട്. അതവിടെ നിന്ന് അവൻ ഇട്ട് കഴിഞ്ഞ ഉടനെ അവിടേക്ക് മിന്നു വരുന്നു. അവൻ ഇട്ടേക്കുന്ന ഉടുപ്പ് കണ്ടിട്ട് അവൻ പറയണേ, നീ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട് ഇതെനിക്ക് എൻ്റെ അനിയൻ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, അതിനിപ്പോൾ എന്താ ഞാൻ ഇട്ടാലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പറ്റില്ല, നീ ഇത് മാറ്റാൻ. അങ്ങനെ രണ്ടുപേരും ആ ടീഷർട്ടിന് വേണ്ടി അടിയാകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ക്യൂ അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് മിന്നിൻ്റെ അവൻ്റെ ബ്രദറിൻ്റെ ഫോട്ടോ കാണുന്നത്. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് അവൻ വിചാരിക്കും മിന്നിൻ്റെ സഹോദരൻ മരിച്ചു പോയെന്ന്. അങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ മരിച്ചു പോയല്ലേ, എന്തായാലും നിനക്ക് വിഷമം വരണ്ട എന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ ആ ഡ്രസ്സ് മാറ്റാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ അവൻ ആ ഡ്രസ്സ് കൊടുത്തിട്ടാണെങ്കിൽ അവൻ വേറെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് മിന്നാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നു, നീ എന്തിനാ ചിരിക്കുന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു, അപ്പം മിൻ പറയുന്നു, എൻ്റെ അനിയൻ മരിച്ചിട്ടൊന്നുമില്ല, അവൻ ഇപ്പം ഈ വീട്ടിലില്ലെന്നേ ഉള്ളെന്ന്. അതിനുശേഷം അവനാണെങ്കിൽ വേറെ ഒരു ഉടുപ്പെടുത്ത് ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് മിൻ പറയുന്നു, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് നിനക്ക്. അതിനുശേഷം രണ്ടുപേരും കൂടെ കഴിക്കാതിരിക്കുകയാണ്. അപ്പം മിന്നിനോട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്കാരിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പിന്നെ എനിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ട്, അപ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. ആ കടമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴാണ് പുറത്ത് പോകാൻ പോകുന്നത്? നിനക്ക് വേണമെങ്കിൽ പണത്തിൻ്റെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ പുറത്ത് പോയതിന് ശേഷം നിനക്ക് പണം തരാം, അല്ലെങ്കിൽ നിനക്ക് ബിസിനസ് തുടങ്ങാനുള്ള പൈസ തരാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് വേണ്ട, കാരണം നിനക്ക് എൻ്റെ വീടറിയാം, അതുപോലെ എൻ്റെ മുഖം നല്ലതുപോലെ അറിയാം, എന്നെപ്പറ്റി എല്ലാം അറിയാം. അപ്പം നീ ഇവിടെ നിന്ന് പോയിട്ട് പോലീസിനെ വിളിച്ച് പറയില്ലെന്ന് എനിക്ക് എങ്ങനെയാണ് ഉറപ്പ് വരുത്താൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ നിന്നെ സമ്മതിക്കില്ല. അതുമാത്രമല്ല, നീ ഇവിടെ നിൽക്കുമ്പോൾ സേഫ് ആയിരിക്കും, അല്ലാതെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ അവൻ പറയുന്ന, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോവോളെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിൻ്റെ പ്രശ്നങ്ങളും തീർന്നിട്ടേ ഇവിടെ നിന്ന് നീ പോവോളെന്ന്. പിന്നെ അവർ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ക്യൂ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു വോൾഫിൻ്റെ പാവ എടുക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, ഇതുകൊണ്ട് തന്നെ നിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയും, നിൻ്റെ ആഗ്രഹം ഒരു വോൾഫിനെ പോലെ ആകണമെന്നാണ്, പക്ഷെ നീ വെറും ഒരു സ്ട്രേ ഡോഗിനെ പോലെയാണെന്ന്. മിന്നാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് അവിടെ ഒരു ചെയറിൽ പോയി ഇരിക്കുന്നു. ഇവനെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് അവൻ പറയുന്നു, നീ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ, ഞാൻ ഇവിടെ നിൽക്കില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇത് എൻ്റെ റൂം, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ ഇരിക്കും, നിനക്ക് വേണമെങ്കിൽ നീ കിടന്ന് ഉറങ്ങണം.
ഉറങ്ങണമെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവനാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവൻ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് മിന്നിനാണെങ്കിൽ ചിരി സഹിക്കാനേ വയ്യ. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ മിന്നു ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങി എന്ന് തോന്നുന്ന സമയത്ത് എണീറ്റ് അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ തുണി വാ ഉപയോഗിച്ച് അഴിക്കുന്നു. എന്നിട്ട് പതുക്കെ നടക്കുന്നു. ഈ സമയത്ത് മിന്നാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൻ ചോദിക്കുന്നു, അല്ല നീ എങ്ങോട്ട് പോകുന്നു എന്ന്. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് പറയുന്നു, അത് ഞാൻ ബാത്റൂമിലേക്ക് പോകാനായിട്ട് എണീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ബാത്റൂമിലേക്ക് പോകാനോ? എന്നാൽ നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തിട്ട് ആ തുണി തിരിച്ചെടുത്തിട്ട് രണ്ടുപേരെ കയ്യിലുമായിട്ട് കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, വാ ഇനി നമുക്ക് ഒരുമിച്ച് ബാത്റൂമിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ബാത്റൂമിൽ പോകണ്ട, എനിക്ക് ഉറങ്ങിയാൽ മതിയെന്ന്. എന്നിട്ട് രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം ക്യൂ എന്തോ സ്വപ്നം കണ്ടിട്ട് അച്ഛൻ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് എണീക്കുന്നുണ്ട്. എണീറ്റ് ഇരുന്നിട്ടും അവൻ ഇത് തന്നെ പറയുന്നുണ്ട്. ഇത് കേട്ട് പെട്ടെന്ന് മിന്നാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അവനെ സമാധാനപ്പെടുത്താനും നോക്കുന്നു. അങ്ങനെ അവൻ സ്വപ്നത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് മിന്നാണെങ്കിൽ എണീറ്റിരിക്കുന്നു. അത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ എണീറ്റിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ഉറങ്ങുന്ന സമയത്ത് സംസാരിക്കുന്നത് കേട്ട് അതുപോലെ നീ കരയുന്നുണ്ടായിരുന്നു എന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ അടുക്കളയിൽ നിൽക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ക്യൂവിന് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ക്യൂ പറയാണ്, എനിക്ക് ഉറക്കത്തെ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷേ ഇപ്പോൾ എങ്ങനെയാണോ എന്തോ പെട്ടെന്ന് വന്നതെന്ന്. അപ്പം മിന്നിന് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. കാരണം ഇവനാണെങ്കിൽ ഗൺ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പേടി കൊണ്ടായിരിക്കാം ഇവനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന് അവന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവനിതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യൂ അവനോട് പറയാണ്, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡ്നാപ്പർ നീയാണെന്ന്. അപ്പം മിൻ പറയുന്നു, ശരിയെന്ന്. അതിനുശേഷം മിൻ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഈ കൈ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചു തരാം, നിനക്ക് എന്തായാലും ഇപ്പോൾ വേദന എടുക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് സമയമായില്ലേ, അതുപോലെ നിൻ്റെ കൈ നല്ല റെഡ് കളറായിട്ടും ഉണ്ടെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അത് അഴിച്ചു കൊടുത്തിട്ട് പറയാണ്, ഞാൻ അഴിക്കുന്നതൊക്കെ ശരി തന്നെ, നീ ഇവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നിൽക്കരുതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഓടിപ്പോകുകയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ വീണ്ടും ഉറങ്ങാനായിട്ട് കയറിപ്പോന്നു. അപ്പം മിന്നാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് അവനെ പുറത്ത് നിന്നും പൂട്ടുന്നുണ്ട്. കാരണം ഇവൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുമോ ഇല്ലേന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവൻ താഴേക്ക് പോയിട്ട് ജെയിംസിന് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഇവനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അങ്ങനെ അവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവ ഒരാളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അയാളാണ് വിളിച്ചിരിക്കുന്നത്. അയാൾ ചോദിക്കുന്നു, നിനക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലേ, നീയല്ലേ പറഞ്ഞത് കുറച്ച് ദിവസത്തിനുള്ള പൈസ തരാമെന്ന്, എന്നിട്ട് പൈസ എവിടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് 2 ദിവസം കൂടെ വേണം, ഞാൻ 2 ദിവസത്തിനുള്ളിൽ പൈസ കൊണ്ടുവന്ന് തരാമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞ് തീരണതിന് മുമ്പ് തന്നെ അയാളാണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് അവിടെ ക്യൂ ആണെങ്കിൽ കതക് തുറക്കെന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവനെ ജീന് കോൾ ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്തോടനെ അവൾ ചോദിക്കുന്നു, എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, എന്താ എടുക്കാത്തത്, ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് വരികയാണെന്ന്. അപ്പം ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, അവനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വെനസ്ഡേ അല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ട് അവൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല മെമ്മറി ലോസ് ആണോ സംഭവിച്ചോ, ഇന്ന് വെനസ്ഡേ ആണെന്ന്. അങ്ങനെ അവൻ ഫോണിൽ നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇന്ന് വെനസ്ഡേ ആണെന്ന്. എന്നിട്ട് മിന്നാണെങ്കിൽ പെട്ടെന്ന് എന്നെ ക്യൂവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കോൾ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ക്യൂ അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് പോയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ഒന്ന് റിലാക്സ് ആവ്, എൻ്റെ അനിയൻ പെട്ടെന്ന് എന്നെ ഇവിടെ എത്തുമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, അതിനിപ്പോൾ ഞാൻ എന്തോന്ന് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ഒന്നും ചെയ്യേണ്ട, നീ മിണ്ടാതെ ആ ബാത്റൂമിൽ പോയി ഇരുന്നാൽ മതിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ഇവിടെ നിന്ന് പോവേന്നും വേണ്ട, ഞാൻ നിന്നെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത് വരെ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം, ഒരു പ്രോബ്ലം ഇല്ലെന്ന്. അപ്പോൾ ക്യൂ പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോകുന്നെന്ന്. അങ്ങനെ ക്യൂ ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ടും അടിയുണ്ടാക്കുന്നു. മിന്നാണെങ്കിൽ ക്യൂ അവിടെ നിന്ന് പോകാതിരിക്കാനായിട്ടും തടയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മാനും ജീനും കൂടെ ചേട്ടാ ഞാൻ വന്നു എന്നുള്ള രീതിയിൽ വരുന്നു. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന പൊസിഷൻ കണ്ടിട്ട് അവർ രണ്ടുപേരും തെറ്റിദ്ധരിക്കുന്നു. അപ്പം ഞാൻ അവനോട് പറയാണ്, നിങ്ങളുടെ ടൈം എൻജോയ് ചെയ്തോ, നമ്മൾ താഴെ ഇരുന്നോളാന്ന്. അപ്പം ഇത് കേട്ട് അവൻ പറയുന്നു, അയ്യോ നീ ഉദ്ദേശിച്ചത്
പോലെയൊന്നുമില്ല, നീ തെറ്റിദ്ധരിക്കുന്നതാണെന്ന്. അപ്പോൾ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നു. അപ്പോൾ അവനാണെങ്കിൽ ക്യൂവിനെ നോക്കിയിട്ട് ചോദിക്കുന്നു ഇനി എന്തോന്ന് ചെയ്യാനാണെന്ന്. അങ്ങനെ താഴേക്ക് പോയിട്ട് പിന്നെ 4 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജീനാണെങ്കിൽ മിന്നിനോട് ചോദിക്കുന്നു എന്താ മീൻ നീ മാനിനെ പിക്ക് ചെയ്യാനായിട്ട് വരാത്തേന്ന്. അപ്പം മാനാണെങ്കിൽ അവളോട് പറയണു ഓ എങ്ങനെയാണ് ചേട്ടൻ വരുന്നത്, ചേട്ടന് അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേന്ന്. അപ്പം മിന്നു പറയണു നിങ്ങൾ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന്. അപ്പം മാൻ പറയുന്നു ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, കാരണം അവനെ കാണാൻ നല്ല ക്യൂട്ടല്ലേ, അതുപോലെ ഹാൻസം അല്ലേ, അതുകൊണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ടാക്കിയാൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ നിൻ്റെ ടൈപ്പ് തന്നെയാണെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു ഇത്രയും നാളായിട്ട് ആരെയും ഡേറ്റ് ചെയ്യാത്ത എനിക്ക് ഏത് ടൈപ്പിലുള്ള ആളെയാണ് ഇഷ്ടമെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. അതുപോലെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്തതാണ്, അല്ലാതെ വേറൊന്നുമല്ല, നമ്മൾ സ്റ്റണ്ടിൻ്റെ റിഹേഴ്സൽ ചെയ്തതല്ലേ ക്യൂ, നീ തന്നെ പറയുന്നു. അപ്പോൾ ക്യൂ പറയുന്ന ആ ഞങ്ങൾ സ്റ്റണ്ടിൻ്റെ റിഹേഴ്സൽ ചെയ്ത് തന്നെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ പറയുന്ന ആ ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെന്ന്. കുറച്ച് സമയത്തിന് ശേഷം ചീന അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയേന്. അപ്പം മിന്നാണെങ്കിൽ അന്ന് കൊടുത്തതുപോലെ ഇന്നും അവൾക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ അവളത് കണ്ടിട്ട് പറയാണ് നിങ്ങളിങ്ങനെ പൈസ തരുന്നതൊക്കെ കണ്ടിട്ട് എനിക്കൊരു എംപ്ലോയിയെ പോലെയാണ് തോന്നുന്നത്, ഞാൻ അവൻ്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ എനിക്ക് അവന് ഹെൽപ്പ് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു നീ ഇത്രയൊക്കെ ചെയ്യുന്നേലേ, എന്തായാലും നീ പൈസ വാങ്ങുന്നു. അങ്ങനെ ഒരുപാട് നിർബന്ധിക്കുന്നത് കൊണ്ട് അവൾ ഇന്നും ആ പൈസ വാങ്ങിയിട്ട് അവൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവേണ്. ഇവൾ പോകുന്ന സമയത്ത് മിന്നിനെ ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ മാനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ക്യൂ വരുന്നു. ക്യൂ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ പറയുന്നു ആ വേണം, ഇതൊന്ന് പൊട്ടിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു മെഡിസിൻ്റെ കവർ എടുത്ത് കൊടുക്കുന്നു. അവനാണെങ്കിൽ അത് വാങ്ങിയിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുമുണ്ട്. അപ്പം മേനാണെങ്കിൽ അവനോട് പറയണേ എൻ്റെ ഹാർട്ടിൽ ഒരു പേസ് മേക്കർ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ ചോദിക്കുന്നു നിനക്കത് വേദന ഇല്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നു അധികം വേദനയൊന്നുമില്ല, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർജനാണ് എൻ്റെ സർജറിയൊക്കെ ചെയ്തതെന്ന്. അങ്ങനെ ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന മെഡിസിൻസ് എല്ലാം കാണുന്നു. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നു ഇതെല്ലാം നിനക്കുള്ളതാണോ, ഇതിൻ്റെ ബില്ലൊക്കെ എങ്ങനെയാണ്, ആരാണ് അടയ്ക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതെല്ലാം മിന്നാണ് അടയ്ക്കുന്നതെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മിന്ന് വരുന്നു. മിന്ന് വന്നിട്ട് മാൻ്റെ അടുത്ത് പറയാണ് മാൻ നീ ഡോക്ടർ പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യണം, ഞാൻ ഒന്നുകൂടി നിനക്കിത് വായിച്ചു തരാം, ക്യൂ നീയും കൂടെ ഇത് ശ്രദ്ധിച്ചോ എന്ന് പറയുന്നു. എന്നിട്ട് അവനാണെങ്കിൽ അത് വായിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ അവർ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം മിന്നാണെങ്കിൽ ക്യൂവിനോട് പറയാണ് എനിക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നാളെ ഞാനിവിടെ കാണില്ല, ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, നിനക്ക് പെട്ടെന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ പറയണേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കിഡ്നാപ്പർ നിൻ്റെ വീട്ടിൽ നിന്നെ തിരിച്ചു കൊണ്ടാക്കാമെന്ന് പറയുന്നത് കേൾക്കുന്നതെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടി നീ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതെൻ്റെ അനിയന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, പിന്നെ ഞാൻ നാളെ ഇവിടെ കാണില്ല, നീ എൻ്റെ അനിയനെ നോക്കിക്കൊണ്ടേന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ ശരി ഞാൻ നോക്കിക്കോളാന്ന്. എന്നിട്ട് മിന്നാണെങ്കിൽ ക്യൂവിനെ തന്നെ നോക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് എന്താണ് അവ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാനിവിടെ നിന്ന് ഓടിപ്പോവേന്നുമില്ല, നീ പേടിക്കണ്ടെന്ന്. അടുത്ത സീനിൽ രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും ബെഡ്ഷീറ്റിനായിട്ട് അടിയാവുന്നുണ്ട്. കുറേ നേരത്തെ അടിക്ക് ശേഷം രണ്ടുപേരും കൂടെ ഫേസ് ടു ഫേസ് നോക്കുന്നുണ്ട്. അപ്പോൾ ക്യൂ അവനോട് ചോദിക്കുന്നു ഇന്ന് നിൻ്റെ അനിയൻ പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ ടൈപ്പാണെന്ന്, അപ്പം നീ എനിക്ക് അതിന് എത്ര മാർക്ക് തരുന്നുണ്ടെന്ന്. അപ്പം മിന്നാണെങ്കിൽ ആലോചിച്ചിട്ട് പറയുന്നു 100ൽ 0 എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ കിടന്നുറങ്ങിയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.